ചിക്കനൊക്കെ വെന്ത് റെഡി ആയിക്കണ്. ഇതാ ഉരുളൊക്കെ കണ്ടില്ലേ, വെന്ത് റെഡി ആയിക്കണ്. ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷമാണ് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല, ചപ്പ്, പുതിന ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കണം. ചെറുജീരകം, ഉലുവ, ഏലക്ക, കറാമ്പട്ട, കറാമ്പൂ, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിക്കുന്നു കേട്ടോ. സ്കൂളിൽ പോകണോ? എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പിക്കട്ടോ. പിന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട്, പിന്നെ എരിവ് ഉപ്പൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തി കൊടുക്കുക. ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ് കേട്ടോ ഒഴിച്ചത്. 1ാം പാൽ എടുത്ത് വെച്ചിട്ട് അത് ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒഴിക്കാനുള്ളതാണ്. 2ാം പാലാണ് ഒഴിച്ചത്. ഇനി ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേവാവട്ടെ. നമ്മളിങ്ങനെ കൂട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ റെഡിയാണോ എന്ന് നോക്കൂലേ. അപ്പോൾ ഇതാ കറി തെളിച്ചുകൊണ്ട് വന്ന്. അപ്പോൾ നമ്മളിതാ ചിക്കനൊക്കെ ഇട്ട് ഉരുളക്കിഴങ്ങ് ഒരു 1/2 വേവായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി ചിക്കനും കൂടി വേഗം റെഡി ആകുമ്പോൾ ഉരുളക്കിഴങ്ങും റെഡി ആയിട്ട് വേവും. ഇത് 1ാം പാലാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂട്യൂബിലുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു സപ്പോർട്ട് തരാം.